Hi dear students. മക്കളെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത് വെക്റ്റർ എന്ന് പറഞ്ഞ ചാപ്റ്റർ ആയിരുന്നു അല്ലേ? വെക്റ്റർ പോലെ സിമ്പിൾ ആയിട്ടുള്ള അടുത്ത ചാപ്റ്റർ ആണ് 3 ഡയമെൻഷണൽ ജോമെട്രി. നിങ്ങൾ 3 ഡയമെൻഷണൽ ജോമെട്രിയുടെ ഇൻട്രൊഡക്ഷൻ പാർട്ട് +1 പഠിക്കുന്നുണ്ട് അല്ലേ? അപ്പം 3 ഡയമെൻഷണൽ ജോമെട്രിയുടെ ഏതൊക്കെ ടോപ്പിക് ആയിരുന്നു നമ്മൾ +2 പഠിച്ചത്? ആകെ 2 എക്സസൈസേ ഉള്ളായിരുന്നു NCERT-യിൽ. സിമ്പിൾ ആയിരുന്നു അല്ലേ? ഫസ്റ്റ് എക്സസൈസ് വളരെ സിമ്പിൾ ആണ്. ഈ വെക്റ്റർ ചാപ്റ്ററിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് 3 ഡയമെൻഷണൽ ജോമെട്രി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഈ 3 ഡയമെൻഷണൽ ജോമെട്രിയിൽ എന്തൊക്കെ പഠിച്ചു എന്നുള്ളതൊന്ന് ജസ്റ്റ് റിവൈസ് ചെയ്യാം. അതിനുശേഷം ആ ചാപ്റ്ററിൽ നിന്ന് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള കുറച്ച് ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, അപ്പൊ 3 ഡയമെൻഷണൽ ജോമെട്രിയിൽ നമ്മൾ ആദ്യം പഠിച്ചത് ഡയറക്ഷൻ ആംഗിൾസ് ആണ്. ഡയറക്ഷൻ ആംഗിൾസ് എന്ന് പറഞ്ഞാൽ ആൽഫ, ബീറ്റ, ഗാമ. Then direction cosines, cos alpha, cos beta, cos gamma. They are denoted by the letters L, M, N. അതിനുശേഷം നമ്മൾ നോക്കിയത് ഡയറക്ഷൻ റേഷ്യോസ് ആണ്. They are denoted by the letters A, B, C. ഈ ഡയറക്ഷൻ റേഷ്യോസ് തന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഡയറക്ഷൻ കൊസൈൻ കണ്ടുപിടിക്കുന്നത്? ഫോർമുലാസ് പഠിച്ചല്ലേ? L is equal to A by root of A square plus B square plus C square and M is equal to B by root of A square plus B square plus C square and N is equal to C by root of A square plus B square plus C square എന്ന് പഠിച്ചു. പിന്നെ ഈ ഡയറക്ഷൻ കൊസൈനുകൾ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. എന്തായിരുന്നത്? L square plus M square plus N square is equal to 1 or cos square alpha plus cos square beta plus cos square gamma is equal to 1 എന്ന് പറഞ്ഞൊരു റിലേഷൻ. അതിനുശേഷം if two lines are perpendicular, conditions എന്തായിരുന്നു? A1 A2 plus B1 B2 plus C1 C2 is equal to 0. If two lines are parallel, then A1 by A2 is equal to B1 by B2 is equal to C1 by C2 എന്ന് പറഞ്ഞൊരു കണ്ടീഷൻസ് പഠിച്ചു. Then equations of line in space ആയിരുന്നു. എന്തൊക്കെ ടൈപ്പ് ഇക്വേഷൻസ് ആയിരുന്നു? വെക്റ്റർ ഇക്വേഷൻസ് ഉണ്ടായിരുന്നു, കാർട്ടീഷ്യൻ ഇക്വേഷൻ ഉണ്ടായിരുന്നു. വെക്റ്റർ ഇക്വേഷൻ ഓഫ് എ ലൈൻ പാസിംഗ് ത്രൂ എ ഗിവൺ പോയിന്റ് ആൻഡ് പാരലൽ ടു എ ഗിവൺ വെക്റ്റർ എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ടായിരുന്നു അല്ലേ? അല്ലെങ്കിൽ ഒരു കേസ് ഉണ്ടായിരുന്നു. എന്തായിരുന്നു ആ കേസിലെ വെക്റ്റർ ഇക്വേഷൻ? R vector is equal to A vector plus lambda B vector, where A vector എന്ന് പറയുന്നത് എന്തായിരുന്നു? പൊസിഷൻ വെക്റ്റർ ഓഫ് ദ ഗിവൺ പോയിന്റ് ആൻഡ് B vector is the parallel vector. കാർട്ടീഷ്യൻ ഇക്വേഷനോ x minus x1 by A equal to y minus y1 by B equal to z minus z1 by C and which is equal to lambda എന്ന് പറഞ്ഞായിരുന്നു പഠിച്ചിട്ടുള്ളത്. അതിനുശേഷം ആംഗിൾ ബിറ്റ്വീൻ ടു ലൈൻസ് നോക്കി. cos theta is equal to absolute value of A1 A2 plus B1 B2 plus C1 C2 divided by root of A1 square plus B1 square plus C1 square into root of A2 square plus B2 square plus C2 square എന്ന് പഠിച്ചല്ലേ? അതിന്റെ വെക്റ്റർ ഇക്വേഷൻ ഉണ്ടായിരുന്നു absolute value of B1 dot B2 divided by magnitude of B1 into magnitude of B2 എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ നോക്കിയത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ലൈൻസ് ആയിരുന്നു. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ഇന്റർസെക്റ്റിംഗ് ലൈൻസ് എന്ന് പറയുന്നത് 0 ആണ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പാരലൽ ലൈൻസ് അതിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? D is equal to absolute value of B vector cross A2 minus A1 divided by absolute value of or magnitude of B vector. Then distance between two skew lines എന്ന് പറഞ്ഞാൽ lines which are neither intersecting nor parallel. Okay, they are also known as non-coplanar lines. അപ്പോൾ ആ കേസിലെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരുന്നു? absolute value of B1 vector cross B2 vector dot A2 minus A1 by magnitude of B1 cross B2. അപ്പൊ ഇത്രയായിരുന്നു നമ്മൾ ആ ചാപ്റ്ററിൽ പഠിച്ചത്. ആകെ നമുക്ക് 2 എക്സസൈസേ ഉള്ളായിരുന്നു. ഇതൊരു സിമ്പിൾ ചാപ്റ്റർ ആണ്. ഇതിന്റെ കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലെ വെരി ഷോർട്ട് ആൻസർ ടൈപ്പ് അല്ലെങ്കിൽ ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കാനായിട്ട് പോകുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഡിസ്റ്റൻസ് ഓഫ് ദ പോയിന്റ് PQR ഫ്രം ദ y ആക്സിസ്. ഇത് നമ്മൾ ഇൻട്രൊഡക്ഷൻ ടു 3Dയിലും ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിയിട്ടുള്ളതാണ്. അപ്പൊ എന്താ മക്കളെ പറഞ്ഞിരിക്കുന്നത്? PQR എന്ന് പറഞ്ഞ പോയിന്റ് എവിടാ ഉള്ളത്? XYZ പ്ലെയിനിലുള്ള ഒരു പോയിന്റ് ആണ് അല്ലെ? അത് ആ പ്ലെയിനിലുള്ള ഒരു പോയിന്റിന്റെ ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത് ഫ്രം y ആക്സിസ്. y ആക്സിസിലെ പോയിന്റിന്റെ പ്രത്യേകത എന്താ? y ആക്സിസിലെ പോയിന്റ് കാണും, എക്സും ഇസഡും എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലെ? അപ്പം
ഇതിന്റെ ആൻസർ എന്ത് വരും? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പി ക്യു ആർ, ദെൻ വൈ ആക്സിലെ പോയിന്റ് എന്താണ്? x0, y ആക്സിലെ പോയിന്റ് q ആൻഡ് z ആക്സിലെ പോയിന്റ് 0 ആയിരിക്കും. ഓക്കെ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് യൂസിങ് ഡിസ്റ്റൻസ് ഫോർമുല നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എന്തായിരുന്നു? റൂട്ട് ഓഫ് x2 മൈനസ് x1 ദ ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ദ ഹോൾ സ്ക്വയർ പ്ലസ് z2 മൈനസ് z1 ദ ഹോൾ സ്ക്വയർ എന്നായിരുന്നു അല്ലെ. അപ്പൊ ഇവിടെ എന്ത് വരും മക്കളെ? റൂട്ട് ഓഫ് p മൈനസ് 0 the whole square plus q minus q the whole square plus r minus 0 the whole square, and which is equal to root of p square plus r square. Option 4 ആണ് ഇതിന്റെ ആൻസർ. ഓക്കെ, അപ്പൊ ഇതേ ക്വസ്റ്റ്യൻ നമുക്ക് എക്സ് ആക്സിസിൽ നിന്നോ അല്ലെങ്കിൽ ഇസഡ് ആക്സിസിൽ നിന്നൊക്കെ ചോദിക്കാനായിട്ട് പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. The length of the perpendicular drawn from the point 4, minus 7, 3 on the y axis. സിമിലർ ക്വസ്റ്റ്യൻ തന്നെയാണ്, പോയിന്റിന് വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. 4, minus 7, 3 ആണ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദിസ് പോയിന്റ് ആൻഡ് പോയിന്റ് ഓൺ ദ y ആക്സിസ് ആണ് ചോദ്യം. y ആക്സിസിലെ പോയിന്റ് എന്ന് പറയുന്നത് 0, minus 7, 0. ഡിസ്റ്റൻസ് റൂട്ട് ഓഫ് 4 square plus 0 square plus 3 square, that is root of 16 plus 9 root of 25. Answer is 5 units. Option 3 ആണ് ഇതിന്റെ ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. If the direction cosines of a line are 1 by a, 1 by a, 1 by a, then ഈ താഴെ തന്നിരിക്കുന്നത് ഏത് ഓപ്ഷൻ ആണ് കറക്റ്റ് എന്നുള്ളത്. നമുക്കറിയാം ഡയറക്ഷൻ കൊസൈനുകൾ തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? എൽ സ്ക്വയർ പ്ലസ് എം സ്ക്വയർ പ്ലസ് എൻ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ റിലേഷൻ ആണ് അല്ലെ. അപ്പൊ ഇവിടെ എല്ലും എമ്മും എന്നും തന്നിട്ടുണ്ട്. എന്താണ് എൽ എം എൻ? എൽ എം എൻ എന്ന് പറയുന്നത് 1 by a, 1 by a, 1 by a ആണ്. So 1 by a the whole square plus 1 by a the whole square, again 1 by a the whole square equal to 1. 3 by a square is equal to 1, a square is equal to 3, and a is equal to plus or minus root 3. അപ്പൊ ഏത് ഓപ്ഷൻ ആണ് ഇതുമായിട്ട് മാച്ച് ചെയ്യുന്നത്? ഓപ്ഷൻ 4 ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If a line makes angle of 90 degree, 135 degree and 45 degree with x, y, z axis respectively, then the direction cosines are. അപ്പൊ നമുക്കറിയാം ആംഗിൾസിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയായിരുന്നു? ആൽഫ. ആൽഫ എന്ന് പറയുന്നത് ഒരു വെക്ടർ എക്സ് ആക്സിസുമായിട്ട് പോസിറ്റീവ് ഡയറക്ഷനിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് ആൽഫ. അതേപോലെ ബീറ്റ എന്താണ്? ഒരു വെക്ടർ അതിന്റെ y ആക്സിസുമായിട്ട് പോസിറ്റീവ് ഡയറക്ഷനിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ. ദെൻ ഗാമ എന്ന് പറയുന്നത് ഒരു വെക്ടർ അതിന്റെ z ആക്സിസിന്റെ പോസിറ്റീവ് ഡയറക്ഷനിൽ മേക്ക് ചെയ്യുന്ന ആംഗിളിനെയാണ് ഗാമ എന്ന് പറയുന്നത്. സോ ഹിയർ ആൽഫ ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി, ബീറ്റ ഇസ് ഈക്വൽ ടു 135 ഡിഗ്രി ആൻഡ് ഗാമ ഇസ് ഈക്വൽ ടു 45 ഡിഗ്രി. ആൻഡ് ഡയറക്ഷൻ കൊസൈൻസ് എന്തായിരുന്നു മക്കളെ? എൽ ഇസ് ഈക്വൽ ടു കോസ് ആൽഫ, എം ഇസ് ഈക്വൽ ടു കോസ് ബീറ്റ ആൻഡ് എൻ ഇസ് ഈക്വൽ ടു കോസ് ഗാമ. അതിലെ കോസ് ആൽഫ എന്താണ്? കോസ് 90, വാല്യൂ 0. നെക്സ്റ്റ് കോസ് ബീറ്റ എന്ന് പറയുന്ന കോസ് 135, കോസ് ഓഫ് 180 മൈനസ് എന്താണ് 45 ചെയ്താലാണ് 135 കിട്ടുന്നത് അല്ലെ. സോ പൈ മൈനസ് തീറ്റ, പൈ മൈനസ് തീറ്റ എന്ന് പറയുന്നത് ഏത് ക്വാഡ്രന്റ് വരും? സെക്കൻഡ് ക്വാഡ്രന്റ് വരും അല്ലെ. സെക്കൻഡ് ക്വാർട്ടറിലെ കോസ് ആരാ? കോസ് നെഗറ്റീവ് ആണ്. സോ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് നെഗറ്റീവ് കോസ് 45 ആണ്. ദാറ്റ് ഈസ് നെഗറ്റീവ് 1/√2. ഓക്കെ, നെക്സ്റ്റ് n is equal to cos gamma and which is equal to cos 45 degree and equal to 1/√2. So direction cosine ആണ് ഇവിടുത്തെ ചോദ്യം. Direction cosines are 0, negative 1/√2, 1/√2. Option 1 ആണ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ.
Find the direction cosine of a line which makes equal angles with the coordinate axis. Coordinate axis ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾസ് ഈക്വൽ എന്ന് തന്നേക്കുക. അതിനർത്ഥം ആൽഫ ഇസ് ഈക്വൽ ടു ബീറ്റ ഇസ് ഈക്വൽ ടു ഗാമയാണ് അല്ലേ. സോ വിച്ച് ഈസ് ഈക്വൽ ടു എ കോമൺ ആംഗിൾ തീറ്റ എന്ന് പറഞ്ഞ് നമുക്ക് എടുക്കാം. അപ്പൊ എന്നെ ചോദിച്ചിരിക്കുന്നത് ഡയറക്ഷൻ കൊസൈൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം എൽ സ്ക്വയർ പ്ലസ് എം സ്ക്വയർ പ്ലസ് എൻ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1, ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് കോ സ്ക്വയർ ആൽഫ പ്ലസ് കോ സ്ക്വയർ ബീറ്റ പ്ലസ് കോ സ്ക്വയർ ഗാമ ഇസ് ഈക്വൽ ടു 1 ആണ്. ആൻഡ് ഇതിനെയെല്ലാം നമ്മൾ തീറ്റയായിട്ട് എടുത്ത ആംഗിളിനെ അല്ലേ. അപ്പൊ ഇക്വേഷൻ എന്തായിട്ട് മാറും? കോ സ്ക്വയർ തീറ്റ പ്ലസ് കോ സ്ക്വയർ തീറ്റ പ്ലസ് കോ സ്ക്വയർ തീറ്റ വിച്ച് ഇസ് ഈക്വൽ ടു 1 ആൻഡ് 3 കോ സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 1. Cos square theta is equal to 1 by 3 and cos theta is equal to plus or minus 1 by root 3. So here cos alpha equal to cos beta is equal to cos gamma equal to cos theta and which is equal to plus or minus 1 by root 3. ഈ cos alpha, cos beta, cos gamma എന്ന് പറയുന്നത് തന്നെയാണ് LMN അല്ലേ. So therefore the direction cosines are plus or minus 1 by root 3, plus or minus 1 by root 3, plus or minus 1 by root 3. Okay. Next question. If a line has the direction ratios minus 18, 12, minus 4, then what are its direction cosines എന്ന ചോദ്യം. അപ്പൊ എന്ത് തന്നിട്ടുണ്ട്? A minus 18, then B 12, C minus 4 direction ratios തന്നിട്ടുണ്ട് അല്ലേ. സോ ഡയറക്ഷൻ കൊസൈൻസ് കാണുന്ന ഫോർമുല നമുക്കറിയാം. L is equal to A by root of A square plus B square plus C square എന്നാണ് അല്ലേ. അപ്പൊ ആദ്യം തന്നെ നമുക്ക് എന്ത് കാണണം? റൂട്ട് ഓഫ് A square plus B square plus C square കാണാം. And which is equal to root of minus 18 the whole square plus 12 the whole square plus minus 4 the whole square and minus 18 square എന്ന് പറയുന്നത് എത്ര കിട്ടുന്നത്? 324 ആണ്. plus 12 square is 144 plus minus 4 square is 16. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 484 ആണ്. ഇതിന്റെ റൂട്ട് എന്ന് പറയുന്നത് 22 ആണ്. ഓക്കെ, ഇനി നമുക്ക് ഇക്വേഷൻ എഴുതാം. L is equal to A by root of A square plus B square plus C square and which is equal to minus 18 by 22. Cancel ഒക്കെ ചെയ്ത് simplest form ആക്കാനായിട്ട് പറ്റും. 2 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ minus 9 by 11. Then M is equal to B by root of A square plus B square plus C square, that is 12 by 22. 2 is 6 to 11. Then N is equal to C by root of A square plus B square plus C square, that is minus 4 by 22 minus 2 by 11. Okay, അവസാനം നമ്മൾക്ക് ഓർഡർ ട്രിപ്ലെറ്റിൽ ഒന്ന് എഴുതുന്നത് നല്ലതായിരിക്കും. ഡയറക്ഷൻ കൊസൈൻസ് ആർ minus 9 by 11, 6 by 11, minus 2 by 11. Okay, മക്കളെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. If a line makes angles 90 degrees and 60 degree respectively with the positive direction of x and y axis, find the angle which it makes with the positive direction of z axis എന്നാ ചോദ്യം. So here alpha is equal to 90 degree, beta is equal to 60 degree and we want to find gamma. Okay, നമുക്ക് റിലേഷൻ അറിയാം. cos square alpha plus cos square beta plus cos square gamma is equal to 1. That is cos square 90 plus cos square 60 plus cos square gamma അറിയത്തില്ല, which is equal to 1. 90 is 0. 0 square plus cos 60 എന്ന് പറയുന്നത് എത്രയാണ്? cos 60 എന്ന് പറയുന്നത് 1 by 2 ആണ് അല്ലേ. So 1 by 2 the whole square plus cos square gamma equal to 1.
So cos square gamma is equal to 1 minus 1 by 4, which is equal to 3 by 4. And cos square gamma is 3 by 4. Therefore, cos gamma is equal to root 3 by 2. Implies gamma is equal to cos inverse of root 3 by 2. Root 3 by 2 വരുന്നത് എപ്പോഴാണ് 30 ഡിഗ്രി അല്ലേ 30 ഡിഗ്രി or pi by 6 എന്ന് വരും. Okay. Next question. If a line makes angle alpha, beta, gamma with the positive direction of coordinate axis, then write the value of sine square alpha plus sine square beta plus sine square gamma. So we know that cos square alpha plus cos square beta plus cos square gamma is equal to 1 ആണെന്നറിയാം. So cos square alpha in terms of sine square എങ്ങനെ നമുക്ക് എഴുതാം using trigonometric identities അല്ലേ. So cos square alpha എന്ന് പറയുന്നത് 1 minus sine square alpha. Then cos square beta is 1 minus sine square beta plus 1 minus sine square gamma equal to 1. ഈ LHSലെ 3 1 ഉണ്ട് അല്ലേ. So അത് 3 കൂടെ ആഡ് ചെയ്യുമ്പോൾ 3. ഈ 1 RHSലെ 1 ഇപ്പുറത്ത് വരുമ്പോൾ -1. ഈ നെഗറ്റീവ് സൈനിന്റെ നെഗറ്റീവ് വാല്യൂസ് എല്ലാം അപ്പുറത്ത് ചെല്ലുമ്പോൾ സൈൻ സ്ക്വയർ ആൽഫ പ്ലസ് സൈൻ സ്ക്വയർ ബീറ്റ പ്ലസ് സൈൻ സ്ക്വയർ ഗാമ. 3 minus 1 is 2. 2 is equal to sin square alpha plus sin square beta plus sin square gamma. അപ്പോൾ നമുക്ക് വാല്യൂ കിട്ടി. അടുത്ത ക്വസ്റ്റ്യനും നോക്കിയേ. If a line makes an angle alpha, beta, gamma with the coordinate axis, then find the value of cos 2 alpha plus cos 2 beta plus cos 2 gamma. So cos 2 alpha plus cos 2 beta plus cos 2 gamma നമ്മൾ ഇങ്ങോട്ട് എഴുതുക. cos 2 alpha യുടെ ഐഡന്റിറ്റീസ് ട്രിഗ്നോമെട്രിക് ഐഡന്റിറ്റീസ് cos 2 theta നമ്മൾ പഠിച്ചിട്ടുണ്ട്. 4 ഐഡന്റിറ്റീസ് ആണ് പഠിച്ചിരിക്കുന്നത്. അപ്പം ഏതൊക്കെയാണ് നമുക്കിവിടെ വേണ്ടത് കോസിന്റെ ടേംസിൽ തന്നെ എഴുതുന്നതായിരിക്കും നല്ലത്. കാര്യം കോസ് സ്ക്വയർ ആൽഫ പ്ലസ് കോസ് സ്ക്വയർ ബീറ്റ പ്ലസ് കോസ് സ്ക്വയർ ഗാമ ഈക്വൽ ടു 1 നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ അത് കിട്ടാൻ വേണ്ടി കോസ് 2 തീറ്റ ഇൻ ടേംസ് ഓഫ് കോസ് അല്ലെങ്കിൽ കോസ് സ്ക്വയർ വരുന്നത് എഴുതുന്നതായിരിക്കും നല്ലത്. അതായത് ഏതായിരുന്നു ഐഡന്റിറ്റി കോസ് 2 തീറ്റ ഇസ് ഈക്വൽ ടു 2 കോസ് സ്ക്വയർ തീറ്റ മൈനസ് 1 എന്ന് പറഞ്ഞൊരു ഐഡന്റിറ്റി ഉണ്ടായിരുന്നു അല്ലേ. അപ്പൊ ഇവിടെ അത് വെച്ച് എഴുതുമ്പോൾ 2 കോസ് സ്ക്വയർ ആൽഫ മൈനസ് 1 plus 2 cos square beta minus 1 plus 2 cos square gamma minus 1. Be 2 cos square alpha plus 2 cos square beta plus 2 cos square gamma minus 3. Minus 1 minus 1 minus 1 add ചെയ്യുമ്പോൾ minus 3 കിട്ടും. 2 കോമൺ എടുത്തു കഴിയുമ്പോൾ cos square alpha plus cos square beta plus cos square gamma minus 3. ഈ ബ്രാക്കറ്റിലെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ് അല്ലേ. സോ 2 minus 3 ആൻസർ ഈസ് -1. റിക്വയർഡ് ആൻസർ ഈസ് ഈക്വൽ ടു -1. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ഓൾ ദ പോസിബിൾ വെക്ടേഴ്സ് ഓഫ് മാഗ്നിറ്റ്യൂഡ് 5√3 which are equally inclined to the coordinate axis. ഇതെന്നാ പറഞ്ഞിരിക്കുന്നത്? നമുക്ക് വേണ്ടത് ഒരു വെക്ടർ ആണ് അല്ലെ. ആ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് തന്നിട്ടുണ്ട്. അതുപോലെ ആ വെക്ടർ എന്ന് പറയുന്നത് കോർഡിനേറ്റ് ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾസ് എല്ലാം എന്തെന്ന് പറഞ്ഞേക്കുക സെയിം അല്ലെങ്കിൽ ഈക്വൽ ആണെന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലെ. സോ ഈക്വലി ഇൻക്ലൈൻഡ് എന്ന് പറയുമ്പം given equally inclined, therefore alpha is equal to beta is equal to gamma is equal to theta എന്ന് പറഞ്ഞെടുക്കാം. അപ്പൊ നമുക്കറിയാലോ cos square alpha plus cos square beta plus cos square gamma is equal to 1 ആണ്. So cos square theta plus cos square theta plus cos square theta equal to 1. 3 cos square theta equal to 1 and cos square theta is equal to 1 by 3. Cos theta is equal to plus or minus 1 by root 3. So LMN കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ഒരു വെക്ടർ എഴുതാം?
Li plus mj plus nk എന്നും എഴുതാം. അത് ഡയറക്ഷൻ റേഷ്യോസിന്റെ ടേംസിലും എഴുതാറുണ്ട്. സിൻസ് ഡയറക്ഷൻ റേഷ്യോസ് ആൻഡ് ഡയറക്ഷൻ കൊസൈൻസ് ആർ പ്രൊപ്പോർഷണൽ, രണ്ട് ഇക്വേഷനും കറക്റ്റ് ആണ് അല്ലെ. സോ നമ്മുടെ ഡയറക്ഷണൽ വെക്ടർ എന്ന് പറയുന്നത് വെക്ടർ is equal to Li plus mj plus nk ആണ്, which is equal to plus or minus 1 by root 3 into I plus j plus k. ഞാൻ ഓരോന്നിനും കൊടുത്തില്ല, കോമൺ ആയിട്ട് പ്ലസ് ഓർ മൈനസ് 1 by root 3 വെളിയിൽ എഴുതിയെന്നേ ഉള്ളൂ. അപ്പൊ ഇതാണ് നമ്മുടെ ഡയറക്ഷണൽ വെക്ടർ. നമുക്കറിയാം എന്താ, എ ക്യാപ് ഇസ് ഈക്വൽ ടു വെക്ടർ ബൈ ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ് ആണെന്നറിയാം അല്ലെ. സോ റിക്വയർഡ് വെക്ടർ ഇസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഇൻ ടു എ ക്യാപ്, വേർ എ ക്യാപ് എന്ന് പറയുന്നത് യൂണിറ്റ് വെക്ടർ ഓർ ഡയറക്ഷണൽ വെക്ടർ ആണ്. അപ്പൊ റിക്വയർഡ് വെക്ടർ ഇവിടെ എന്താണ് മക്കളെ, റിക്വയർഡ് വെക്ടർ ഇസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ്, ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ് into directional vector or unit vector. Which is equal to magnitude തന്നിട്ടുണ്ടല്ലോ 5 root 3 into plus or minus 1 by root 3 I plus j plus k. Root 3 cancel, then plus or minus 5 into I plus j plus k എന്ന് വരും. ഓക്കെ അല്ലേ? Next question. The equation of a line are 5x minus 3 equal to 15y plus 7 equal to 3 minus 10z. Write the direction cosines of the line and find the coordinates of a point through which it passes. അപ്പൊ എന്നൊക്കെയാ കണ്ടുപിടിക്കേണ്ടത്? രണ്ട് ക്വസ്റ്റ്യൻ ഉണ്ട് അല്ലെ. ഡയറക്ഷൻ കൊസൈൻസും കാണണം, അതുപോലെ കോർഡിനേറ്റ്സ് ഓഫ് എ പോയിന്റ്, ഗിവൺ പോയിന്റ്, ആ ലൈൻ പാസ് ചെയ്യുന്ന ഗിവൺ പോയിന്റ് x1 y1 z1 ആണെന്നൊക്കെ അറിയാം അല്ലെ. അപ്പൊ അതും കണ്ടുപിടിക്കണം. അതിനായിട്ട് ഇവിടെ എന്താ മക്കളെ തന്നിരിക്കുന്നത്, ഒരു ലൈനിന്റെ കാർട്ടീഷ്യൻ ഇക്വേഷന്റെ ഫോമിലല്ലേ ഇത് കിടക്കുന്നത്, അതിന്റെ സ്റ്റാൻഡേർഡ് ഫോമിലല്ല കിടക്കുന്നത്. 5x minus 3 is equal to 15y plus 7 is equal to 3 minus 10z എന്ന് പറഞ്ഞാൽ കിടക്കുന്നത് അല്ലേ. അപ്പൊ ഇതിനെ നമ്മൾ സ്റ്റാൻഡേർഡ് ഫോമിലോട്ട് എഴുതുക. എങ്ങനെ ഈ സ്റ്റാൻഡേർഡ് ഫോമിലോട്ട് എഴുതുന്നത്? എക്സ് മൈനസ് x1 by a ഈക്വൽ ടു y മൈനസ് y1 by b ഈക്വൽ ടു z മൈനസ് z1 by c എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് ഫോം. അപ്പൊ അതിലോട്ട് എഴുതിക്കേ. 5 ഇവിടെ കോമൺ എടുക്കാം, എക്സ് മൈനസ് 3 by 5, 15 കോമൺ എടുക്കുമ്പോൾ y plus 7 by 15, മൈനസ് 10 കോമൺ എടുക്കുമ്പം z മൈനസ് 3 by 10. ഇതിനെ വീണ്ടും അറേഞ്ച് ചെയ്ത് എഴുതണം. എക്സ് മൈനസ് 3 by 5 ദ ഹോൾ ഡിവൈഡഡ് ബൈ 1 by 5 എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു y plus 7 by 15 the whole divided by 1 by 15 equal to z minus 3 by 10 whole divided by minus 1 by 10 and which is equal to lambda എന്ന് പറഞ്ഞ് നമുക്ക് എടുക്കാം. അപ്പൊ ഈ ഡിനോമിനേറ്ററിൽ വരുന്നത് എന്താണ്? എയും ബിയും സിയും ആണ് അല്ലെ. അപ്പൊ ഇതിന്റെ എങ്ങനെയാ, ഇത് വെച്ചുകൊണ്ട് എങ്ങനെയാ നമ്മുടെ ഡയറക്ഷൻ കൊസൈൻസ് കാണുന്നത്? LMN a by root of a square plus b square plus c square എന്ന് പറഞ്ഞ് കാണാം. ഇതിനെ വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ സിംപ്ലസ്റ്റ് ഫോം ആക്കാം. എന്താണെന്ന് വെച്ചാൽ ഈ ഡിനോമിനേറ്ററിൽ നിന്നെല്ലാം വേണമെങ്കിൽ ഒരു കോമൺ ആയിട്ടുള്ള കോൺസ്റ്റന്റ് എടുത്തിട്ട് ഈക്വൽ ടു ലാംഡ എന്ന് എഴുതിയാൽ നമുക്ക് എന്ത് കിട്ടും? വീണ്ടും ഒരു കോൺസ്റ്റന്റ് ആ കിട്ടുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ വേണമെങ്കിൽ നമുക്കത് സിംപ്ലസ്റ്റ് ഫോം ആക്കിയിട്ട് ചെയ്യാനായിട്ട് പറ്റുവേ. ഇവിടെ ഞാൻ ഡയറക്റ്റ് അങ്ങ് ചെയ്യുവാണ്. So here a is equal to 1 by 5, b is equal to 1 by 15 and c is equal to minus 1 by 10 and LMN എന്ന് പറയുന്നത് എന്താണ് മക്കളെ? root of a square plus അല്ലേ, root of a square plus b square plus c square ആദ്യം കാണുക, root of 1 by 5 the whole square plus
1 by 15 the whole square plus minus 1 by 10 the whole square. ഇത് നിങ്ങൾ സ്ക്വയർ ചെയ്തിട്ട് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ ആണ്. ആൻസർ ഞാൻ ഡയറക്റ്റ് എഴുതുവാണ്. 49 by 100 which is equal to 7 by 100 അല്ല 900. 900. So 7 by 30 എന്നാണ് ആൻസർ കിട്ടുന്നത്. റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ. അപ്പൊ ഇനി എന്താണ്? എൽ എന്ന് പറയുന്നത് എ ബൈ ആണ് അല്ലെ. എ എന്ന് പറയുന്നത് 1/5. സോ 1/5 by 7 by 30. ഇത് ക്യാൻസൽ ഒക്കെ ചെയ്യുമ്പോൾ എന്ത് വരും? 1/5 into 30 by 7. ആൻസർ is 6/7 എന്ന് കിട്ടും. Then m is equal to b by അല്ലെ. So 1/15 divided by 7 by 30. 1/15 into 30 by 7 which is equal to 2/7. And n is equal to minus 1/10 by 7 by 30 minus 1/10 into 7 by 30 by 7 which is equal to minus 3/7. അപ്പോൾ ഡയറക്ഷൻ കൊസൈൻസ് നമുക്ക് കിട്ടി. Direction cosines are 6/7 minus 2/7 minus 3/7. ഇനി എന്നാ ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യം കൂടെ ഉണ്ടല്ലോ. ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് എ പോയിന്റ് ത്രൂ വിച്ച് ഇറ്റ് പാസസ് അല്ലെ. അപ്പൊ അതെവിടെ നമുക്ക് കിട്ടും? നമുക്കറിയാം സ്റ്റാൻഡേർഡ് ഫോം എന്തായിരുന്നു? എക്സ് മൈനസ് x1 by a, y മൈനസ് y1 by b, z മൈനസ് z1 by c എന്നാണ് അല്ലെ. വേറെ x1, y1, z1 ആർ ദ ഗിവൺ പോയിന്റ്സ്. സോ ഹിയർ x1, y1, z1 എന്താണ്? നമുക്ക് ഇതാണ് കാർട്ടീഷ്യൻ ഇക്വേഷന്റെ സ്റ്റാൻഡേർഡ് ഫോം കിട്ടിയത്. അതിൽ നിന്ന് എക്സ് മൈനസ് x1ന്റെ സ്ഥാനത്ത് 3/5, y1ന്റെ സ്ഥാനത്ത് y മൈനസ് ഓഫ് മൈനസ് 7/15 എന്ന് എഴുതാം അതിനെ അല്ലെ. സോ മൈനസ് 7/15. Then z1 is equal to 3/10. So the given points are 3/5 minus 7/15 and 3/10. Next question. Write the Cartesian equation of the line PQ passing through the points P and Q. Hence, find the coordinates of the point on the line PQ whose Z coordinate is -2. ഈ ക്വസ്റ്റ്യൻ ശരിക്കും നമുക്ക് സെക്ഷൻ ഫോർമുല വെച്ചും ചെയ്യാൻ പറ്റും. നമ്മൾ പഠിച്ചിട്ടുള്ള കാർട്ടീഷ്യൻ ഫോർമുല വെച്ചും ചെയ്യാൻ പറ്റും. ഓക്കെ, എങ്ങനെ ചെയ്താലും നമുക്ക് സെയിം ആൻസർ ആയിരിക്കും കിട്ടുന്നത്. സോ ഇവിടെ നമ്മൾ കാർട്ടീഷ്യനും വെക്ടർ ഒക്കെ വെച്ച് ഇപ്പം ചെയ്യുന്നത് കൊണ്ട് ഞാൻ ആ രീതിയിൽ തന്നെ ചെയ്ത് കാണിക്കാം. ഇതേ സെയിം ക്വസ്റ്റ്യൻ നമുക്ക് സെക്ഷൻ ഫോർമുല, റേഷ്യോ തന്നിട്ടില്ല, റേഷ്യോയെ നമുക്ക് k:1 എന്ന് പറഞ്ഞെടുത്തിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിൽ ഒരു പോയിന്റ് Z തന്നിട്ടുണ്ട്, ബാക്കി പോയിന്റ്സ് കണ്ടുപിടിക്കാനൊക്കെ പറ്റും സെക്ഷൻ ഫോർമുല വെച്ച്. ഇവിടെ നമ്മൾ എങ്ങനെയാ ചെയ്യുന്നതെന്ന് വെച്ചാൽ റൈറ്റ് ദ കാർട്ടീഷ്യൻ ഇക്വേഷൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ കാർട്ടീഷ്യൻ ഇക്വേഷൻ എഴുതുക. എന്തായിരുന്നു മക്കളെ? എക്സ് മൈനസ് x1 by a, y മൈനസ് y1 by b, z മൈനസ് z1 by c and which is equal to lambda എന്ന് പറഞ്ഞാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇവിടെ 2 പോയിന്റ്സ് ആണ് തന്നിരിക്കുന്നത്. 2 പോയിന്റ്സ് തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡയറക്ഷൻ റേഷ്യോസ് കാണുന്നത് എങ്ങനെയായിരിക്കും? x2 മൈനസ് x1 ഈക്വൽ ടു a ആണ്, y2 മൈനസ് y1 ഈക്വൽ ടു b ആണ്, z2 മൈനസ് z1 ഈക്വൽ ടു c ആണ് അല്ലെ. അപ്പൊ ഇവിടുത്തെ ഗിവൺ പോയിന്റ് നമുക്ക് p ആയിട്ട് എടുക്കാം. അപ്പൊ എന്താണ് ഇവിടെ? നമുക്ക് കാർട്ടീഷ്യൻ ഇക്വേഷൻ എഴുതാം. x മൈനസ് 2 by 5 minus 2 and which is equal to y minus 2 by 1 minus 2 equal to z minus 1 by minus 2 minus 1 equal to lambda. Simplify ചെയ്യുമ്പം x minus 2 by 3, y minus 2 by minus 1, z minus 1 by minus 3 equal to lambda.
ഇവിടെ ഏത് കോർഡിനേറ്റ് ആണ് തന്നിരിക്കുന്നത്? ഇസഡ് കോർഡിനേറ്റ് ആണ് തന്നിരിക്കുന്നത് അല്ലെ. ഇസഡ് കോർഡിനേറ്റിന്റെ വാല്യൂ -2. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ലാംഡയുടെ വാല്യൂ കണ്ടുപിടിക്കാം അല്ലെ. സോ വെൻ ഇസഡ് ഈസ് ഈക്വൽ ടു -2, ഇക്വേഷൻ എന്തായിട്ട് വരും? -2, അതായത് z-1 ബൈ -3 ഈസ് ഈക്വൽ ടു ലാംഡ എന്ന് പറഞ്ഞ ഇക്വേഷനിൽ ഇസഡിന് -2 കൊടുത്താൽ -2 -1 ബൈ -3 ഈസ് ഈക്വൽ ടു ലാംഡ, ആൻഡ് വിച്ച് ഇംപ്ലൈസ് ലാംഡ ഈസ് ഈക്വൽ ടു -3 ബൈ -3 ഈക്വൽ ടു 1. ലാംഡയുടെ വാല്യൂ എന്ത് കിട്ടി? 1 എന്ന് കിട്ടും. അപ്പൊ ഇതിനകത്ത് എന്താ വേണ്ടത്? ചോദിച്ചിരിക്കുന്നത് ആദ്യം നമ്മൾ കാർട്ടീഷ്യൻ ഇക്വേഷൻ എഴുതി. ഇതാണ് നമ്മളുടെ കാർട്ടീഷ്യൻ ഇക്വേഷൻ, റിക്വയർഡ് കാർട്ടീഷ്യൻ ഇക്വേഷൻ. അതിനുശേഷം ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദ y കോർഡിനേറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ yയുടെ ഇക്വേഷൻ ഇങ്ങോട്ട് എഴുതുക. y -2 ബൈ -1 ഇസ് ഈക്വൽ ടു ലാംഡ, വിച്ച് ഇംപ്ലൈസ് y -2 ബൈ -1 ഇസ് ഈക്വൽ ടു 1, y -2 ഇസ് ഈക്വൽ ടു -1, y -2 ഇസ് ഈക്വൽ ടു 2 -1. ആൻസർ ഈസ് 1. yയുടെ വാല്യൂ എത്ര കിട്ടി? 1 എന്ന് കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ, the Cartesian equation of a line AB is 2x minus 1 by 12, y plus 2 by 2 and z minus 3 by 3. Find the direction cosines of a line parallel to the line AB. ഇതെങ്ങനെ മക്കളെ ചെയ്യുന്നത്? ഒരു ലൈൻ എ ബിയുടെ ഡയറക്ഷൻ കാർട്ടീഷ്യൻ ഇക്വേഷൻ തന്നിട്ടുണ്ട്. അത് ആദ്യം സ്റ്റാൻഡേർഡ് ഫോം ആണോ എന്ന് നോക്കുക, അല്ലെങ്കിൽ അതിനെ സ്റ്റാൻഡേർഡ് ഫോമിലോട്ട് എഴുതുക. അപ്പൊ ഫൈൻഡ് ദ ഡയറക്ഷൻ കൊസൈൻ ഓഫ് എ ലൈൻ പാരലൽ ടു ദ ലൈൻ എ ബി. ഈ എ ബിക്ക് പാരലൽ ആയിട്ടുള്ള ഒരു ലൈനിന്റെ ഡയറക്ഷൻ കൊസൈൻ ആണ് ചോദ്യം. അപ്പൊ രണ്ട് പാരലൽ ലൈൻസ് തമ്മിലുള്ള പ്രത്യേകത എന്തുവാ? ഡയറക്ഷൻ റേഷ്യോസ് ആർ പ്രപ്പോർഷണൽ ആയിരിക്കും അല്ലെ. അപ്പം ഡയറക്ഷൻ റേഷ്യോസ് പ്രപ്പോർഷണൽ ആണെങ്കിൽ ഡയറക്ഷൻ കൊസൈൻസും എന്ത് തന്നെ ആയിരിക്കും? പ്രപ്പോർഷണൽ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ഈ തന്നിരിക്കുന്ന കാർട്ടീഷ്യൻ ഇക്വേഷനെ സ്റ്റാൻഡേർഡ് ഫോമിലോട്ടാക്കാം. സോ ഇവിടെ 2 കോമൺ എടുത്തു കഴിയുമ്പം x minus 1 by 2 by 12, ഇത് y minus 2 എന്ന് എഴുതാം, by 2. ഇവിടെ കോമൺ ഒന്നുമില്ല, z minus 3 by 3. സോ x minus 1 by 2 12 by 2 എന്ന് വരും. അപ്പൊ എന്നാ വരും? which is equal to 6, y minus 2 by 2 is z minus 3 by 3. അപ്പൊ ഡയറക്ഷൻ റേഷ്യോസ് നമുക്ക് കിട്ടി. ഡയറക്ഷൻ റേഷ്യോസ് A is equal to 6, B is equal to 2 and C is equal to 3 എന്ന് പറഞ്ഞിട്ട്. ഇനി ഡയറക്ഷൻ കൊസൈൻസ് എന്താണ്? LMN. L is equal to A by root of A square plus B square plus C square ആണ് അല്ലേ. സോ root of A square plus B square plus C square നമുക്ക് ആദ്യം കണ്ടുവെക്കാം. root of 6 square is 36, 2 square is 4 and 3 square is 9, root 49. root 49 എന്ന് പറയുന്നത് 7 ആണ് അല്ലേ. സോ L is equal to 6 by 7 and M is equal to 2 by 7 and N is equal to 3 by 7. അപ്പം ഈ എ ബിയുടെ ഡയറക്ഷൻ കൊസൈൻ തന്നെയാണ് എന്ത്? ഒരു എ ബിക്ക് പാരലായിട്ടുള്ള ഒരു ലൈനിന്റെ ഡയറക്ഷൻ കൊസൈനും. കാരണം ഡയറക്ഷൻ റേഷ്യോസ് ആർ പ്രപ്പോർഷണൽ, അല്ലെങ്കിൽ ഡയറക്ഷൻ കൊസൈൻസ് ആർ ഓൾസോ പ്രപ്പോർഷണൽ ആയിരിക്കും if two lines are parallel. അടുത്ത ദിവസം നോക്കി മക്കളെ, മുമ്പേ ചെയ്ത പോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. The x coordinate of a point on the line joining the points P and Q is 4 എന്ന് തന്നിട്ടുണ്ട്. Find its z coordinate. ഇതും ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ സെക്ഷൻ ഫോർമുല വെച്ച് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്കത് കാർട്ടീഷ്യൻ ഇക്വേഷൻ ഫോം ചെയ്തിട്ട് അതിൽ നിന്ന് ലാംഡ കണ്ടുപിടിച്ച് ചെയ്യാം. So Cartesian equation, x minus x1 by a, y minus y1 by b
z minus z1 by c, and which is equal to lambda, and x minus 2 by 5 minus 2, y minus 2 by 1 minus 2, and z minus 1 by minus 2 minus 1 equal to lambda, x minus 2 by 3, y minus 2 by minus 1, z minus 1 by minus 3 equal to lambda. X coordinate ആണ് തന്നിരിക്കുന്നത്. Given x is equal to 4. അപ്പോൾ ഇക്വേഷൻ എന്താകും? x minus 2 by 3 equal to lambda എന്ന് പറയുന്നത് എന്താകും? 4 minus 2 by 3 is equal to lambda. 2 by 3 is equal to lambda. ലാംഡയുടെ വാല്യൂ 2 by 3 എന്ന് പറഞ്ഞു കിട്ടും. അപ്പോൾ നമുക്ക് ഇനി വേണ്ടത് എന്താ? z കോർഡിനേറ്റ് ആണ് അല്ലേ? Therefore z minus 1 by minus 3 is equal to lambda. z minus 1 by minus 3 is equal to 2 by 3. 3 cancel ആകുമ്പോൾ z minus 1 by minus 1 is equal to 2. 3 cancel ചെയ്തതാണ്. z minus 1 is equal to minus 2. z is equal to minus 2 plus 1 equal to minus 1. z കോർഡിനേറ്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് -1 എന്ന് പറഞ്ഞു കിട്ടി. ഓക്കെ. Next question. Find the coordinates of the point where the line through the points 118, 5 to 10 crosses the zx plane. Crosses the zx plane means zx plane ile point എന്താ മക്കളെ? y0 ആയിരിക്കും അല്ലേ? എക്സും z വാല്യൂ കാണത്തുള്ളൂ. y എന്ന് പറയുന്നത് അവിടെ 0 ആയിരിക്കും. സോ അപ്പൊ അതിന്റെ അർത്ഥം y വാല്യൂ തന്നിട്ടുണ്ട്. y കോർഡിനേറ്റ് എത്രയാണ്? 0 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ തൊട്ട് മുന്നേ നമ്മൾ ചെയ്ത പോലെയോ സെക്ഷൻ ഫോർമുല വെച്ചു ഇതെന്താണ്? ലാംഡയുടെ വാല്യൂ കണ്ടുപിടിക്കുക. അതിനുശേഷം കോർഡിനേറ്റ്സ് ആണ് പോയിന്റിന്റെ കോർഡിനേറ്റ്, അതായത് എക്സ് വൈ സെഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓരോന്നും നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പൊ നോക്കാം. കാർട്ടീഷ്യൻ ഇക്വേഷൻ x minus x1 by a, y minus y1 by b, z minus z1 by c, which is equal to lambda. So first point നമുക്ക് x1 y1 z1 ആയിട്ട് എടുക്കാം കേട്ടോ. x minus 1 by 5 minus 1, y minus 1 by 2 minus 1, and z minus 8 by 10 minus 8, which is equal to lambda. X minus 1 by 4, y minus 1 by 1, z minus 8 by 2, which is equal to lambda. So given y is equal to 0. അതെങ്ങനെ കിട്ടിയത്? It crosses എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? Crosses the zx plane എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? zx പ്ലെയിനിലെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് x വാല്യൂ കാണും, y 0 ആയിരിക്കും, z വാല്യൂ കാണും. അപ്പൊ y 0 ആകുമ്പോൾ എന്താകും ലാംഡ എന്ന് നോക്കാം. 0 minus 1 by 1 is equal to lambda. Lambda is equal to -1 എന്ന് പറഞ്ഞു കിട്ടും. -1. So lambda -1 ആണെങ്കിൽ corresponding x z കണ്ടുപിടിക്കാം. Therefore x minus 1 by 4 equal to -1 implies x is equal to -4 plus 1. That is x is equal to -3 എന്ന് പറഞ്ഞു കിട്ടും. അടുത്തത് y കാണാം. y 0 ആണ്. z കാണാം. z minus 8 by 2 is equal to -1. z minus 8 is equal to -2. z is equal to 8 minus 2. Answer is 6 എന്നും കിട്ടും. z is equal to 6 എന്നും കിട്ടും. Therefore the coordinates of the point are x value -3, y value 0, z value 6. Okay. Next question. If a line makes 60° and 45° angles with the positive direction of x and z axis respectively, then find the angle that it makes with the positive direction of y axis. Hence, write the direction cosines of the line.
അപ്പൊ ആംഗിൾ കണ്ടുപിടിക്കണം, അതിനുശേഷം ഡയറക്ഷൻ കൊസൈൻസ്. സോ ഹിയർ ആൽഫ ഇസ് ഈക്വൽ ടു 60 ഡിഗ്രി, ബീറ്റ അറിയത്തില്ല, ഗാമയാണ് തന്നിരിക്കുന്നത് 45 ഡിഗ്രി. സോ കോസ് സ്ക്വയർ 60 പ്ലസ് കോസ് സ്ക്വയർ ബീറ്റ പ്ലസ് കോസ് സ്ക്വയർ 45 ഇസ് ഈക്വൽ ടു 1. 1/2 the whole square plus cos square beta plus 1/√2 the whole square equal to 1. Cos square beta equal to 1 minus 1/2 the whole square is 1/4 plus 1/√2 the whole square is 1/2. അപ്പോൾ ഇതിന്റെ LC ഒക്കെ എടുക്കുമ്പോഴത്തേന് എന്ത് വരും മക്കളെ? 6/8 which is equal to 3/4. Okay, so 1 minus 3/4. ഇവിടെ വീണ്ടും സിംപ്ലിഫിക്കേഷൻ ചെയ്യുമ്പോൾ 1/4 എന്ന് കിട്ടും. കോസ് ബീറ്റ ഇസ് ഈക്വൽ ടു 1/2 എന്ന് കിട്ടും അല്ലേ? അപ്പൊ ബീറ്റ കാണണം, which implies beta is equal to cos inverse of 1/2. 1/2 വരുന്നത് 60 ഡിഗ്രി ആണ്. ബീറ്റ ഇസ് ഈക്വൽ ടു 60 ഡിഗ്രി, അല്ലെങ്കിൽ അതിനെ π/3 എന്ന് എഴുതും. ബീറ്റ ഇസ് ഈക്വൽ ടു 60 ഡിഗ്രി ഓർ π/3. ഇനി എന്താ കാണേണ്ടത്? ഡയറക്ഷൻ കൊസൈനും കാണണം അല്ലെ? നമുക്കറിയാം L ഇസ് ഈക്വൽ ടു കോസ് ആൽഫ വിച്ച് ഈസ് ഈക്വൽ ടു കോസ് 60 ഈക്വൽ ടു cos 60 എന്ന് പറയുന്നത് 1/2. M is equal to cos beta. Cos beta ഇവിടെ ഓൾറെഡി നമ്മൾ കണ്ടുവച്ചു 1/2. And N is equal to cos gamma which is equal to cos 45 equal to 1/√2. Therefore, direction cosines are 1/2, 1/2, 1/√2. Okay അല്ലേ? അപ്പൊ കൂടുതലും ഈ ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യനിൽ ആംഗിൾസ് വെച്ചോണ്ട് ഈ എലമെന്റ്, ഡയറക്ഷൻ കൊസൈൻ, ഡയറക്ഷൻ റേഷ്യോസ്, പിന്നെന്താണ് ജസ്റ്റ് വെക്ടർ ഇക്വേഷൻ എഴുതുക, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും കൂടുതലും ചോദിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ മക്കളെ, ഫൈൻഡ് ദ വെക്ടർ ഇക്വേഷൻ ഓഫ് ദ ലൈൻ വിച്ച് പാസസ് ടു ദ പോയിന്റ് 3, 4, 5 and is parallel to the vector 2i plus 2j minus 3k. അപ്പൊ എന്താ തന്നിട്ടുണ്ട്? ഒരു വെക്ടർ അത് പാസ് ചെയ്യുന്ന പോയിന്റും തന്നിട്ടുണ്ട്, അതിന് പാരലൽ ആയിട്ടുള്ള ഒരു വെക്ടറും തന്നിട്ടുണ്ട് അല്ലെ? അപ്പം പാസ് ചെയ്യുന്ന പോയിന്റിനെ നമ്മൾ എന്തായിട്ടാ പറയുന്നത്? x1, y1, z1 ആയിട്ടാ പറയുന്നത്. given that 3, 4, 5. അപ്പൊ അതിന്റെ പൊസിഷൻ വെക്ടർ എന്താണ്? ഗിവൺ വെക്ടർ എ വെക്ടർ ആണ് അല്ലെ? എ വെക്ടർ എങ്ങനെയാണ് നമ്മൾ കമ്പോണന്റ് ഫോമിൽ എഴുതുന്നത്? x1i പ്ലസ് y1j പ്ലസ് z1k ആണ്. അതേപോലെ പാരലൽ വെക്ടർ, പാരലൽ വെക്ടറിനെ ഡിനോട്ട് ചെയ്യുന്നത് ബി വെക്ടർ ആണ്. അത് നമ്മൾ എഴുതുന്നത് ai പ്ലസ് bj പ്ലസ് ck, അതായത് ഡയറക്ഷൻ റേഷ്യോസിന്റെ ടേംസിലാണ് എഴുതുന്നത്. ഹിയർ b vector is equal to 2i plus 2j minus 3k. Therefore, vector equation r vector is equal to a vector plus lambda b vector. r vector is equal to, ഇവിടെ നമുക്ക് a vector തന്നിട്ടുണ്ടല്ലോ മക്കളെ, 3i plus 4j plus 5k. plus lambda into 2i plus 2j minus 3k. Okay. Find the Cartesian equation of the line which passes through the point -2, 4, -5. അപ്പോൾ x1, y1, z1 തന്നിട്ടുണ്ട് and is parallel to the line. ആ ലൈനിന്റെ ഒരു പാരലൽ ലൈൻ തന്നിട്ടുണ്ട്. ആ പാരലൽ ലൈനിന്റെയും കാർട്ടീഷ്യൻ ഇക്വേഷൻ ആണ് തന്നിരിക്കുന്നത്. നമ്മളോടുള്ള ചോദ്യം എന്താണ്? ഈ പോയിന്റ് പാസ് ചെയ്യുന്ന ലൈനിന്റെ കാർട്ടീഷ്യൻ ഇക്വേഷൻ ആ ചോദ്യം അല്ലെ? അപ്പൊ ഇതെങ്ങനെയാന്ന് നോക്കാം. ഹിയർ x1, y1, z1 എന്ന് പറയുന്നത്
-2 4 -5 ആണ്. അപ്പൊ നമുക്ക് കാർട്ടീഷ്യൻ ഇക്വേഷനകത്ത് എ വെക്ടർ വേണ്ട, x1 y1 z1 തന്നെ മതി. അപ്പൊ അത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ബി വെക്ടർ എന്ന് പറഞ്ഞാൽ എന്താ? ai പ്ലസ് ബി ജെ പ്ലസ് സി കെ. ആ ബി വെക്ടറിന്റെ കാർട്ടീഷ്യൻ ഇക്വേഷൻ തന്നിരിക്കുന്നത്, അതായത് x പ്ലസ് 3/3 4 മൈനസ് y ബൈ 5 ഈക്വൽ ടു z പ്ലസ് 8/6. പക്ഷെ ഇത് സ്റ്റാൻഡേർഡ് ഫോമിലല്ല. നോക്കിയേ, രണ്ടാമത്തേത് 4 മൈനസ് y ആണ്. അപ്പൊ ഇതിനെ ഒന്ന് സ്റ്റാൻഡേർഡ് ഫോമിലാക്കുമ്പം x പ്ലസ് 3/3 മൈനസ് കോമൺ എടുക്കുമ്പം y മൈനസ് 4 ആ മൈനസ് താഴെ വരുമ്പം -5 എന്ന് പറഞ്ഞ് വരും. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു z പ്ലസ് 8/6. ഇപ്പൊ നമുക്ക് a അറിയാം 3, b എന്ന് പറയുന്നത് -5, c എന്ന് പറയുന്നത് 6 ആണ്. അപ്പം x1 y1 z1 കിട്ടി, a b c യും കിട്ടിയെങ്കിൽ കാർട്ടീഷ്യൻ ഇക്വേഷൻ x minus x1 by a, y minus y1 by b, z minus z1 by c ആണ്. x minus -2 എന്ന് പറഞ്ഞാൽ x plus 2 by 3, y minus 4 by -5, z minus of minus is plus 5 by 6. Which is the required Cartesian equation. ഓക്കെ, അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഫോമിലാണോ, പ്രത്യേകിച്ച് കാർട്ടീഷ്യൻ ഇക്വേഷൻ സ്റ്റാൻഡേർഡ് ഫോം ആണോ, നമ്മളെ തെറ്റിക്കാനായിട്ട് അത് സ്റ്റാൻഡേർഡ് ഫോം അല്ലാതെ തരാനായിട്ട് തരും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കി മക്കളെ. ഫൈൻഡ് ദ വെക്റ്റർ ഇക്വേഷൻ ഓഫ് ദ ലൈൻ പാസിംഗ് ത്രൂ ദ പോയിന്റ് 2, 1, 3 and perpendicular to both the lines. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഇത് എങ്ങനെയാന്ന്. അപ്പൊ ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? ഒരു ലൈനിന്റെ ഇക്വേഷൻ, വെക്ടർ ഇക്വേഷൻ ആണ് വേണ്ടത്. അതിനായിട്ട് അത് പാസ് ചെയ്യുന്ന പോയിന്റ് x1 y1 z1 തന്നിട്ടുണ്ട്. സോ എ വെക്ടർ നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഇനി നമുക്ക് വേണ്ടത് ബി വെക്ടർ ആണ് അല്ലെ. ബി വെക്ടർ കിട്ടും എങ്ങനെയാന്ന് വെച്ചാൽ, ഈ റിക്വയർഡ് ലൈനിന്റെ ലൈൻ എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ടു ബോത്ത് ദ ലൈൻസ് ആണ്. ഓക്കെ, അപ്പം എന്താണ് രണ്ട് ലൈൻസ് പെർപെൻഡിക്കുലർ ആണെങ്കിലുള്ള പ്രത്യേകത? അതിന്റെ ഡയറക്ഷൻ റേഷ്യോസിനെ പറ്റി എന്ത് പറയാം? a1 a2 പ്ലസ് b1 b2 പ്ലസ് c1 c2 ഇസ് ഈക്വൽ ടു 0 ആയിരിക്കും if two lines are perpendicular അല്ലെ. അപ്പം ഗിവൺ ലൈനിന്റെ അല്ലെങ്കിൽ റിക്വയർഡ് ലൈനിന്റെ ഡയറക്ഷൻ റേഷ്യോസിനെ നമുക്ക് a1 b1 c1 എന്ന് പറഞ്ഞെടുക്കാവേ. സോ direction ratios of required line be a1 b1 c1. Therefore a1 into 1 plus b1 into 2 plus c1 into 3 is equal to 0. Reason കൊടുക്കണം, since lines are perpendicular. Since the lines are perpendicular എന്ന് പറഞ്ഞ റീസൺ കൊടുക്കണം. അപ്പൊ ഇത് ഒരൊറ്റ ലൈനിനോടെ ഉള്ളൂ. ഇനി അടുത്ത ലൈനിന്റെ ഇതുപോലെ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്താണ്? a1 into -3 plus b1 into 2 plus c1 into 5 ഈക്വൽ ടു 0. ഈ ഇക്വേഷനെ ഞാൻ ഒന്നുകൂടെ ഒന്ന് വൃത്തിക്ക് എഴുതുവാണ്. a1 plus 2b1 plus 3c1 is equal to 0 minus 3a1 plus 2b1 plus 5c1 is equal to 0. അപ്പൊ ഇതുപോലെ 3 അൺനോൺസ് വരുവാണെങ്കിൽ സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ചുകൂടെ എളുപ്പത്തിലുള്ള മെത്തേഡ് എന്ന് പറയുന്നത് എലിമിനേഷൻ മെത്തേഡാണ്. എലിമിനേഷൻ മെത്തേഡ് എങ്ങനെയാന്ന് ഓർക്കുന്നുണ്ടോ? അതായത് നോക്കിയ മക്കളെ, a1 ആദ്യത്തെ അൺനോൺ a1 ഡിവൈഡഡ് ബൈ, നോക്കിയേ ഈ b1 c1ന്റെ എല്ലാം കോഎഫിഷ്യൻസ്, അതായത് 5 into 2 10
minus 2 into 3, 6. Okay, a1 by 10 minus 6, which is equal to, അടുത്ത ടേമിനെ നെഗറ്റീവ് ആയിട്ട് എടുക്കണേ, നെഗറ്റീവ് b1 by ഇതേപോലെ a1 c1 ന്റെ കോഎഫിഷ്യൻസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. ദാറ്റ് ഈസ് 5 into 1 5 മൈനസ് ഓഫ് മൈനസ് 3 into 3 എന്ന് പറയുമ്പോൾ പ്ലസ് 9 വരും, which is equal to c1 by a1 b1 ന്റെ കോഎഫിഷ്യൻ, ദാറ്റ് ഈസ് 2 plus 6 എന്ന് വരും. ഓക്കെ, ആൻഡ് വിച്ച് ഈസ് ഈക്വൽ ടു ലാംഡ. അപ്പൊ എന്നാ കിട്ടും ഇവിടുന്ന് a1 by 4 b1 by minus 14 and c1 by 8 is equal to ലാംഡ എന്ന് പറഞ്ഞ് കിട്ടും. ഇതിനകത്ത് നിന്ന് a1 b1 c1 ഒന്ന് എഴുതിക്കേ മക്കളെ, പുറത്തോട്ട് എഴുതാവേ. a1 is equal to 4 lambda, b1 is equal to minus 14 lambda and c1 is equal to 8 lambda എന്ന് പറഞ്ഞ് കിട്ടും. ഇനി നമുക്ക് കാർട്ടീഷ്യൻ ഇക്വേഷൻ എഴുതാം. That is required Cartesian equation of line. Cartesian equation of line x minus x1 by, ഞാൻ a1 എന്ന് ഇവിടെ കൊടുക്കുവാണ്, കാര്യം നമ്മളിവിടെ a1 b1 c1 എന്ന് എടുത്തതുകൊണ്ട്, which is equal to y minus y1 by b1 z minus z1 by c1. ഇവിടെ ഗിവൺ പോയിന്റ് തന്നിട്ടുണ്ട്, എന്താണ് x1 y1 z1 എന്ന് പറയുന്നത് 2 1 3 എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. എക്സ് മൈനസ് 2 ബൈ a1 is 4 lambda, y minus 1 by b1 is minus 14 lambda and z minus 3 by c1 എന്ന് പറയുന്നത് 8 lambda ആണ്. And which is equal to, ഞാൻ ലാംഡ 1 എന്ന് കൊടുക്കുവാണ്, തിരിച്ചറിയാൻ വേണ്ടിയാണ്. ലാംഡ 1 ഇവിടെ ഓൾറെഡി നമ്മൾ ലാംഡ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. സോ വിച്ച് ഈസ് ഈക്വൽ ടു ലാംഡ 1. അപ്പൊ ഇതിൽ നിന്ന് കോമൺ ആയിട്ട് എന്താ മക്കളെ ഉള്ളത്? ഇതിൽ നിന്ന് കോമൺ എന്ന് പറയുന്നത് 2 ലാംഡ നമുക്ക് കോമൺ എടുക്കാം അല്ലെ. അപ്പൊ 2 ലാംഡ കോമൺ എടുക്കുമ്പോൾ എന്ത് വരും? എക്സ് മൈനസ് 2 ബൈ 2 ഈക്വൽ ടു y മൈനസ് 1 ബൈ മൈനസ് 7 ഈക്വൽ ടു z മൈനസ് 3 ബൈ 4 equal to 2 lambda into lambda 1, which is another constant ആണ് അല്ലേ. lambda 2 എന്ന് വേണം എടുത്തോ, which is equal to lambda 2 എന്ന് വേണം എടുത്തോ. ഇതെല്ലാം lambda എന്ന് പറയുന്നത് is a scalar quantity or a constant value. Okay, 2 ഒരു കോൺസ്റ്റന്റ് ആണ്, lambda ഒരു കോൺസ്റ്റന്റ് ആണ്, lambda 1 ഒരു കോൺസ്റ്റന്റ് ആണ്. ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് വേറൊരു കോൺസ്റ്റന്റ് കിട്ടും, and which is equal to lambda 2 എന്ന് എടുത്തോ. സോ ഇപ്പൊ നമുക്ക് നമ്മുടെ വേണ്ട ഇക്വേഷൻ കിട്ടി അല്ലെ, കാർട്ടീഷ്യൻ ഇക്വേഷൻ കിട്ടി. എക്സ് മൈനസ് 2 ബൈ 2 y മൈനസ് 1 ബൈ മൈനസ് 7 z മൈനസ് 3 ബൈ 4. ഇതൊരു ബോർഡ് എക്സാം ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ മക്കളെ, find the vector and the Cartesian equation of a line that passes through the point A 1 2 minus 1 and parallel to the line 5x minus 25 equal to 14 minus 7y equal to 35z. അപ്പോൾ നമ്മൾ മുമ്പേ ചെയ്ത പോലെ തന്നെയാണ്. ഇവിടെ given point തന്നിട്ടുണ്ട്, അതായത് x1 y1 z1 തന്നിട്ടുണ്ട്. അതെന്താണ്? A എന്ന് പറഞ്ഞ് 1 2 minus 1. അതിന്റെ പൊസിഷൻ വെക്ടർ ആണ് എ വെക്ടർ, ആൻഡ് വിച്ച് ഈസ് ഈക്വൽ ടു I പ്ലസ് 2j മൈനസ് k എന്ന് പറഞ്ഞ് നമുക്ക് എഴുതാം. ഇനി നമുക്ക് വേണ്ടത് എന്താണ്? ബി വെക്ടർ. ബി വെക്ടർ തന്നിരിക്കുന്നത് കാർട്ടീഷ്യൻ ഇക്വേഷനിലാണ് തന്നിരിക്കുന്നത്. ആ തന്നിരിക്കുന്നതും സ്റ്റാൻഡേർഡ് ഫോമിലല്ല. അപ്പൊ സ്റ്റാൻഡേർഡ് ഫോമിലോട്ട് ആക്കി എഴുതണം. അപ്പൊ നമുക്കൊന്ന് നോക്കാം. 5x മൈനസ് 25 ഈക്വൽ ടു 14 മൈനസ് 7y ഈക്വൽ ടു 35z. ഇതിൽ നിന്ന് എന്ത് കോമൺ എടുക്കാം? 5 കോമൺ എടുക്കുമ്പോൾ എക്സ് മൈനസ് 5 വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് 7 കോമൺ എടുക്കുമ്പോൾ y മൈനസ് 2 ഈക്വൽ ടു 35 ഇൻറ്റു ഇസഡ് അല്ലേ. ഈ കോൺസ്റ്റൻസിനെ എല്ലാം താഴോട്ട് വരുമ്പോൾ എക്സ് മൈനസ് 5 ബൈ 1 ബൈ 5 y മൈനസ് 2 ബൈ മൈനസ് 1 ബൈ 7 ഇസഡ് ബൈ 1 ബൈ 35.
അപ്പൊ ഇതാണ് നമ്മളുടെ എ ബി സി എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ നമുക്ക് എന്ത് കോമൺ എടുക്കാം മക്കളെ? നോക്കിയേ, ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞ പോലെ എന്ത് കോമൺ എടുത്താൽ നമുക്ക് കോൺസ്റ്റൻസ് എന്ന് പറഞ്ഞ് എഴുതാം? നമുക്ക് ഇതിൽ നിന്ന് ഒരു 35 എന്ന് പറഞ്ഞൊരു വാല്യൂ കോമൺ എടുക്കുവാന്ന് വെച്ചു. ഈ ഡിനോമിനേറ്ററിൽ നിന്ന് 35 എന്ന് പറഞ്ഞൊരു വാല്യൂ കോമൺ എടുക്കുവാണെങ്കിൽ എന്തായിരിക്കും വരുന്നത്? സോറി മക്കളെ, 35 അല്ല, 1/35. 1/30, ഇവിടെ ഓൾറെഡി 1/35 ആണല്ലോ വലുത് കിടക്കുന്നത്. 1/35 കോമൺ എടുക്കുമ്പോൾ എന്തായിരിക്കും വരുന്നത്? നോക്കിയേ മക്കളെ, x-5 ഒരു 1/35 എടുക്കുവാണെങ്കിൽ 7 എന്നല്ലേ ഇവിടെ വരുന്നത്? നോക്കിയേ, 35 1/35 7 into 1/35 എന്ന് പറയുന്നതല്ലേ 1/5 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ 1/35 കോമൺ എടുത്താൽ 1/5ന്റെ അവിടെ എന്താകും? 7 വന്നാൽ മതി അല്ലെ? 7 into 1/35 ആണ് 1/5. അതേപോലെ തന്നെ y-2 -1/7 ഒരു 1/35 അങ്ങ് എടുത്താൽ എന്ത് കിട്ടും? -5 ആണ് കിട്ടുന്നത് അല്ലെ? നമുക്ക് ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കാം. -5 into 1/35 എന്ന് പറയുമ്പോൾ 5ഉം 35ഉം പോകുമ്പോൾ -1/7. സോ 1/5 കോമൺ എടുക്കുമ്പോൾ -5 ആണ് കിട്ടുന്നത്. ആൻഡ് വിച്ച് ഈസ് ഈക്വൽ ടു z/1 ഈക്വൽ ടു ലാംഡ എന്ന് പറഞ്ഞ് കിട്ടി അല്ലെ? ഇവിടെ വേണമെങ്കിൽ λ1 എന്ന് എടുത്തോ. അപ്പൊ ഇവിടെ കിട്ടുന്ന എന്തുവാണ്? 1/35 into λ1 and which is equal to lambda, another constant. Okay, ഇപ്പൊ എ ബി സി കിട്ടിയല്ലോ. ഇതിനി അല്ലെങ്കിൽ നമ്മളിത് എ ബി സി ആയിട്ട് എടുത്തിട്ട് എന്താണ് വീണ്ടും അതിനെ കുറച്ചുകൂടെ ഒന്ന് സിംപ്ലിഫൈ ചെയ്താൽ മതി. നമുക്ക് ഡയറക്റ്റ് അതിനകത്ത് ഇട്ട് കൊടുത്തിട്ട് എൽ സി ഒക്കെ എടുക്കുമ്പോഴും ഇതേ ആൻസർ കിട്ടും കേട്ടോ. എ ബി സിയുടെ അവിടെ ഈ വാല്യൂ ഫ്രാക്ഷൻ ഇട്ട് കൊടുത്തിട്ട് എൽ സി എം എടുത്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോഴും സെയിം ആൻസർ തന്നെയാണ് കിട്ടുന്നത്. നിങ്ങൾക്ക് വേണേൽ അങ്ങനെയും ചെയ്ത് നോക്കാം. സോ ഹിയർ എ ഇസ് ഈക്വൽ ടു 7, ബി ഇസ് ഈക്വൽ ടു -5 ആൻഡ് സി ഇസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. അപ്പൊ എ ബി സി കിട്ടി, എ വെക്ടർ കിട്ടി. അപ്പം വെക്ടർ ഇക്വേഷൻ എന്താണ്? റിക്വയർഡ് വെക്ടർ ഇക്വേഷൻ ഇസ് ഈക്വൽ ടു ആർ വെക്ടർ ഇസ് ഈക്വൽ ടു എ വെക്ടർ പ്ലസ് ലാംഡ ബി വെക്ടർ. എ വെക്ടർ ഈസ് ഐ പ്ലസ് 2j മൈനസ് കെ പ്ലസ് ലാംഡ ഇൻറ്റു 7i മൈനസ് 5j പ്ലസ് 1k. Next, Cartesian equation. Cartesian equation, x minus x1 by a equal to y minus y1 by b equal to z minus z1 by c, which implies x minus 1 by a യുടെ സ്ഥാനത്താരാണ് 7, y minus 2 by b യുടെ സ്ഥാനത്ത് -5 and z plus 1 by c യുടെ സ്ഥാനത്ത് 1. ഇത് ഓൾറെഡി നമുക്കിവിടെ എന്താണ് ബി വെക്ടറിന്റെ പാരലൽ വെക്ടർ അല്ലേ, അപ്പൊ ഡയറക്ഷൻ റേഷ്യോസ് ആർ സെയിം ആണ്. അങ്ങനെ എഴുതാം. ഓക്കെ, next question, find the value of k so that the lines x equal to -y equal to kz and x minus 2 equal to 2y plus 1 equal to -z plus 1 are perpendicular to each other. If two lines are perpendicular, then their direction റേഷ്യോസിനെ പറ്റി എന്ത് പറയാം? a1 a2 പ്ലസ് b1 b2 പ്ലസ് c1 c2 എന്ന് പറയുന്നത് 0 ആയിരിക്കും അല്ലെ? അപ്പൊ ഇതിന് ഈ രണ്ട് ലൈൻസിന്റെ ഡയറക്ഷൻ റേഷ്യോസ് നമുക്ക് വേണം. ഇത് തന്നിരിക്കുന്നത് കാർട്ടീഷ്യൻ ഫോമിലാണ്, പക്ഷെ സ്റ്റാൻഡേർഡ് ഫോമിലല്ല കിടക്കുന്നത്. അപ്പൊ രണ്ട് ലൈൻസിന്റെ കാർട്ടീഷ്യൻ ഇക്വേഷൻ നമുക്ക് സ്റ്റാൻഡേർഡ് ഫോമിൽ ഒന്ന് എഴുതാം. അപ്പൊ നോക്കാം, ഫസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് x ഈക്വൽ ടു -y ഇസ് ഈക്വൽ ടു kz ആണ്. അപ്പൊ ഇതിനെ നമ്മൾ എങ്ങനെ എഴുതാം? x മൈനസ് 0/1 y minus 0/-1
z മൈനസ് 0/1/k. ഓക്കെ, ഇതിനെ ഞാൻ സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതി ആദ്യത്തെ ലൈനിന്റെ കാർട്ടീഷ്യൻ ഇക്വേഷന്. രണ്ടാമത്തെ ലൈനിന്റെ തന്നിരിക്കുന്നത് എക്സ് മൈനസ് 2 ഇസ് ഈക്വൽ ടു 2y പ്ലസ് 1 ഇസ് ഈക്വൽ ടു മൈനസ് z പ്ലസ് 1 എക്സ് മൈനസ് 2/1 വിച്ച് ഈസ് ഈക്വൽ ടു 2 കോമൺ എടുക്കുമ്പം y പ്ലസ് 1/2/2 നമ്മൾ കോമൺ എടുത്തു, അത് താഴെ വരുമ്പോൾ എന്താകും 1/2 എന്ന്, വിച്ച് ഈസ് ഈക്വൽ ടു ഇവിടെ ഒരു നെഗറ്റീവ് കോമൺ എടുക്കും അല്ലെ. സോ z മൈനസ് 1/-1 എന്ന് പറഞ്ഞ് കിട്ടും. അപ്പൊ ഇതാണ് രണ്ടാമത്തെ ലൈനിന്റെ കാർട്ടീഷ്യൻ ഇക്വേഷൻ. ആദ്യത്തെ ലൈനിൽ നമുക്ക് a1 കിട്ടും 1, b1 ഈസ് -1 ആൻഡ് c1 ഈസ് 1/k. രണ്ടാമത്തെ ലൈനിൽ നിന്ന് a2 1, b2 എന്ന് പറയുന്നത് 1/2 ആൻഡ് c2 ഈസ് -1. സിൻസ് lines are perpendicular, a1 a2 plus b1 b2 plus c1 c2 is equal to 0 ആയിരിക്കും. That is 1 minus 1/2 minus 1/k is equal to 0. 1 minus 1/2 is 1/2 minus 1/k അപ്പുറത്ത് പോകുമ്പോൾ 1/k ആയിരിക്കും, which implies k is equal to 2. കയുടെ വാല്യൂ എന്ത് കിട്ടി? 2 എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ നോക്കിയ മക്കളെ കൂടുതലും ഡയറക്ഷൻ കൊസൈൻ, ഡയറക്ഷൻ റേഷ്യോസ്, അതുപോലെ വെക്ടർ ഇക്വേഷൻ ഫോം ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു നോക്കിയത്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ കുറച്ചുകൂടെ ഒരു ലോങ് ടൈപ്പ് ആൻസർ ക്വസ്റ്റ്യൻ ആണ് നോക്കുന്നത്. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സും മറക്കാതെ എല്ലാവരും കാണണം. താങ്ക്